നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള ഒടുവിൽ നാട് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തു നിന്ന് കല്ലെറിയുന്നവരും ഒക്കെ കൂടി ഒതുക്കി, അല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. ക്രിമിനൽ കേസിന്റെ നൂലറ്റത്തെ പിടിച്ചു പോകുമ്പോൾ അവിടെ ഉന്നതന്റെ വിരലടയാളം ഉണ്ടെങ്കിൽ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യമല്ല. പക്ഷേ ശബരിമല കേസിൽ പച്ചയായ പകൽക്കൊള്ള നടന്ന മണ്ണിൽ അത് സംഭവിക്കുമ്പോൾ വിശ്വാസി സമൂഹം ഒന്നാകെ നാണക്കേടിന്റെ ഗർത്തത്തിൽ മുങ്ങിപ്പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും കേരളത്തിനെ ഉള്ളുലയ്ക്കുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഭാഗിക കുറ്റപത്രം പോലും നൽകാനാകാതെ SIT കുഴങ്ങുമ്പോൾ പ്രതിപട്ടികയിലുള്ളവർ സ്വാഭാവിക ജാമ്യം നേടി ഒന്നൊന്നായി പുറത്തേക്ക്. കേസിൽ നടപടികൾ തുടങ്ങി 4 മാസത്തോളമായിട്ടും കുറ്റപത്രം നൽകാനായില്ല എന്നത് മാത്രമല്ല, കവർച്ചയുമായി ബന്ധമുണ്ടെന്ന് ദേവസ്വം വിജിലൻസും SIT കണ്ടെത്തിയ എല്ലാവരും അറസ്റ്റിലായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ പ്രതിപട്ടികയിലുള്ളവർ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് വരികയാണ്. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടയ്ക്കിടെ കോടതിയുടെ തന്നെ പ്രശംസ ഏറ്റുവാങ്ങിയും കുറ്റപ്പെടുത്തൽ കേട്ടുമാണ് പ്രത്യേക അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ സംഘത്തിന് മുന്നിൽ തെളിവുകളുടെ കുറവ് പ്രതിസന്ധിയാണ് എന്ന് സംശയിക്കണം. നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന സ്വർണം ഇതുവരെ പൂർണ്ണമായി കണ്ടെത്തിയോ എന്നതിലും സംശയം നീളുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണ വേഗം കുറയ്ക്കുന്നു എന്നാണ് പ്രതിപക്ഷം സംശയിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളി കേസുകളിലെയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാരും 2 അംഗങ്ങളും തന്ത്രിയും ഉൾപ്പെടെ 12 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S. ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ എന്നിവരാണ് ജാമ്യത്തിലിറങ്ങിയത്. സാമ്പിളുകൾ വീണ്ടും VSSCയിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം കിട്ടാതെ കുറ്റപത്രം നൽകാനാവില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി തെളിവുകളുടെ അപര്യാപ്തതയാണെന്നാണ് സൂചന. നഷ്ടപ്പെട്ടതായി കരുതുന്ന സ്വർണം പൂർണ്ണമായി കണ്ടെത്തിയോ എന്നതിലും വ്യക്തതയില്ല. സാമ്പിളുകൾ വീണ്ടും VSSCയിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം ലഭിക്കാതെ കുറ്റപത്രം നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണം ഉദ്ദേശപൂർവ്വം മന്ദഗതിയിലാക്കിയതാണോ എന്ന സംശയവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. 5 മാസത്തിലേറെ കഴിഞ്ഞിട്ടും SITയും ദേവസ്വം വിജിലൻസ് സംഘവും സമർപ്പിച്ചിട്ടുള്ളത് ഭാഗിക ചാർജ് ഷീറ്റ് മാത്രമാണ്. അതുപോലും കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. കോടതിയിൽ കേസിന്റെ പ്രഥമഘട്ടം തുടങ്ങുന്നുണ്ടെങ്കിലും പ്രതികളുടെ അറസ്റ്റ് നടപടികളും വളരെ മന്ദഗതിയിലാണ്. ഇതിനു മുൻപിൽ തന്നെ തെളിവുകൾ കൈവശം വന്നിട്ടും പല പ്രമുഖരും ഉദ്യോഗസ്ഥരും അത് കണ്ണുകെട്ടി തേച്ചുമാച്ചു കളയുന്ന സ്ഥിതിയാണ് നടക്കുന്നത്. ഈ മുറിവ് സമൂഹത്തിൽ വലിയ ആശങ്കയും നിയമപ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. കേസിന്റെ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും രാഷ്ട്രീയ സ്വാധീനങ്ങൾ കേസിനെ വളരെ ബുദ്ധിപൂർവ്വം മറവിയിലേക്ക് മാറ്റി നിർത്തുകയാണ്. സാധാരണ ഒരു ക്രിമിനൽ കേസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ചാർജ് ഷീറ്റുകൾ സമർപ്പിക്കുകയും ചെയ്യണം. എന്നാൽ ഇവിടെ ചില പ്രതികളെ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രം അറസ്റ്റ് നാടകത്തിന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞിട്ട് സ്വാഭാവിക ജാമ്യം വരെ കേസ് ഉന്തിയും തള്ളിയും നീട്ടി ഒടുവിൽ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിട്ടാനുള്ള നിയമത്തിന്റെ പഴുത് തുറന്നു കൊടുക്കുകയാണ് ഭരണകൂടം. യഥാർത്ഥ പ്രതികളായ വമ്പൻ സ്രാവുകൾ ചെറിയ മീനുകളെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ഇപ്പോഴും സംരക്ഷിത വലയത്തിൽ AC മുറിയിൽ സുഖലോലുപരായി കഴിയുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെയും തെളിവിന്റെ അഭാവം എന്ന ചാക്കിട്ട് മൂടുകയാണ്. ഇത് വ്യക്തമായും ഒരു ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമാണെന്ന ആശങ്ക ജനങ്ങൾക്ക് ഇപ്പോൾ ശക്തമാണ്. അന്വേഷണം, തെളിവെടുപ്പ് തുടങ്ങിയ നടപടികൾ വൈകുന്നതും പ്രതികളുടെ മുഴുവൻ അറസ്റ്റ് നടപ്പിലാകാത്തതും പ്രതികളുടെ ജാമ്യം എളുപ്പത്തിൽ അനുവദിക്കപ്പെടുന്നതും ജനങ്ങളിൽ വലിയ സംശയം സൃഷ്ടിക്കുന്നു. ദേവസ്വം അന്വേഷണ സംഘവും SITയും കണ്ടെത്തിയ സംശയങ്ങളിലൂടെ പ്രതികളെ കൃത്യമായി മുന്നിലേക്ക് വലിച്ചിടാൻ കഴിയുമായിരുന്നിട്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ആ ചൂണ്ടക്കുളത്തിൽ ആരും കുടുങ്ങാതെ പോകുന്നത് വ്യക്തമായ രാഷ്ട്രീയ പിന്തുണയുടെ തെളിവാണ്. പ്രതികളെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് കേസ് നീട്ടിവെക്കുകയാണ് എന്ന് ഈ സാഹചര്യത്തിൽ സംശയിക്കാനുള്ള ന്യായമായ അവകാശം പൊതുജനത്തിനുണ്ട്. ഇത് നിയമവ്യവസ്ഥയെയും ജനങ്ങളുടെ നീതിയോടുള്ള വിശ്വാസത്തെയും ബാധിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ നീതി ലഭിക്കണം. അധികാരത്തിന് കീഴിൽ മാത്രം നിലനിൽക്കുന്ന നീതി മൂടി വെക്കപ്പെടരുത്. പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് മാത്രമല്ല, ഈ കേസിൽ ലജ്ജാകരമായ ചാർജ് ഷീറ്റ് വൈകുന്നതും രാഷ്ട്രീയ ഇടപെടലിന്റെ ഉറച്ച തെളിവാണ്. അടിയന്തരമായി സ്വതന്ത്ര പരിപൂർണ അന്വേഷണം ഈ കേസിൽ നടത്തപ്പെടേണ്ടതുണ്ട്. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തള്ളി നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമത്വത്തോടെ നിലനിൽക്കേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നീതി നടപ്പിലാകുക എന്നൊരൊറ്റ പരിഹാരം കൊണ്ട് മാത്രമേ നിയമത്തിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനും ഇനി ഉറപ്പുണ്ടാകൂ. നിയമം സ്വതന്ത്രമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് തെളിയിക്കുക എന്നതാണ് കേരളത്തിന്റെ ഭരണകൂടം ഈ വൈകിയ വേളയിലെങ്കിലും
വോട്ട് തന്ന അധികാരവും സ്വാധീനവും ഇത്രയും കാലം നിങ്ങൾക്ക് തന്ന പൊതുജനത്തിനോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ മര്യാദ.